السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم. فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭൂമിയിലുള്ള മജ്ലിസുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന മജ്ലിസുകൾ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനേകം ഹദീസുകളിൽ അത്തരം മജ്ലിസുകൾക്ക് വേണ്ടി പുറപ്പെടുന്നവർക്കുള്ള ശ്രേഷ്ഠതയും അവിടെ സമയം ചെലവഴിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ദുനിയാവിലും പരലോകത്തുമുള്ള ഒരുപാട് ആനുകൂല്യത്തെക്കുറിച്ചുമൊക്കെ പരാമർശിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി നമ്മളൊരു സദസ്സിലേക്ക് പുറപ്പെടുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് മുഖേന അവന് സ്വർഗപ്രവേശനം എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അവന് സ്വർഗപ്രവേശനം അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കും. കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള സംസാരമാണ് ഇൽമിൻ്റെ മജ്ലിസുകളിൽ സംഭവിക്കുന്നത്. അള്ളാഹു എന്തു പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു, എങ്ങനെയാണ് ആദ്യ തലമുറ ഇത് മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ യഥാർത്ഥ ദീൻ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന മജ്ലിസുകളാണ് ഇൽമിൻ്റെ മജ്ലിസുകൾ. അങ്ങനെയുള്ള മജ്ലിസുകൾക്കാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മജ്ലിസുകൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ പോരിശകൾ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ മലായിക്കത്തുകൾ അത്തരം സദസ്സുകളിലേക്ക് സന്നിഹിതരാവുകയും അവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രത്യേകമായി അള്ളാഹു ഇവന് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ അവർക്ക് സമാധാനവും ശാന്തിയുമൊക്കെ ഉണ്ടാകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ ശരിക്കും ചിന്തിക്കുകയും അതൊന്നും എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തുകളും പരിശ്രമങ്ങളും നന്നാക്കി തരികയും അല്ലാഹു വാഗ്ദാനം ചെയ്ത എല്ലാ പ്രതിഫലങ്ങളും കരസ്ഥമാക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടിയത് കിതാബു തൗഹീദ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ തൗഹീദിൻ്റെ പാഠങ്ങൾ, അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം വിശദീകരിക്കാനും അത് കേൾക്കാനുമാണ്. മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ 200ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ രചിച്ചിട്ടുള്ള ഒരു തൗഹീദുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് കിതാബു തൗഹീദ് എന്നുള്ളത് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഈ കിതാബിന് വലിയ പ്രത്യേകതകളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലെ, അള്ളാഹുവിൻ്റെ കലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അഥവാ തൗഹീദുമായി ബന്ധപ്പെട്ട, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് ഈ കിതാബിലെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതയും ഇത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക്
ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ളവർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്കാണ് എന്നാണ്. ആ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് മുഴുവൻ കൽപ്പിച്ചിട്ടുള്ള തൗഹീദിൻ്റെ ആയാത്തുകളാണ് അദ്ദേഹം ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂടുതൽ ആമുഖമില്ലാതെ കിതാബിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കിതാബ് വിശദീകരിക്കുന്നതിനിടയിൽ നമുക്കതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ മനസ്സിലാക്കാം. ഖാല അൽ-മുസന്നിഫ് റഹിമഹുല്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കിതാബുത് തൗഹീദ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ ഗ്രന്ഥം ആരംഭിച്ചിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഇത്തരം ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ എഴുതുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ പറയുന്നത് പ്രധാനമായും 2 കാര്യങ്ങൾ കൊണ്ടാണത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബ് ആരംഭിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് കൊണ്ടാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് നമ്മൾ കാണുന്നുണ്ട്. ആ ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണോ അല്ലേ എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. പക്ഷെ അവിടെ ഒരു ആയത്തുണ്ട് എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അഥവാ മുസ്ഹഫ് ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യമായി ഓതുന്ന ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുസ്ഹഫ് ഓതാൻ ആരംഭിക്കുമ്പോൾ ആദ്യം പാരായണം ചെയ്യുന്നത്. അതിനെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് ഒരു സുന്നത്തായി പണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വ്യത്യസ്ത നാടുകളിലേക്ക് ഈ ദീനിൻ്റെ പ്രബോധനാർത്ഥം എഴുത്തുകൾ അയച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവിടുന്ന് എഴുതുമായിരുന്നില്ല, മറിച്ച് അവിടുന്ന് എഴുതിപ്പിക്കാറായിരുന്നു. അവിടുത്തേക്ക് എഴുത്തുകാരുണ്ടായിരുന്നു. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകൾ അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആരംഭിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരലാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥരചനകൾ ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് കാണാം. ആ നിലക്കത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം കിതാബുത് തൗഹീദ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ചില നുസ്ഖകളിൽ, അതായത് ഷെയ്ഖിൻ്റെ എഴുത്തുകൾ ആളുകൾ എന്ത് ചെയ്യാണ്, പൊതുവെ ഒരു പണ്ഡിതൻ ഒരു കാര്യം ആ കാലഘട്ടത്തിൽ 200 വർഷം മുമ്പാണ്, അദ്ദേഹം വല്ല പേപ്പറുകളിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാൻ പറ്റുന്ന കാര്യങ്ങളിലോ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നിലധികം കോപ്പികൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയെഴുത്തുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ കണ്ടെടുത്തിട്ടുള്ള ചില പകർപ്പുകളിൽ അതിനോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം എന്ന് പറഞ്ഞ് ഹംദും സലാത്തും കൊണ്ട് അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രഭാഷണങ്ങളിലും മറ്റുമൊക്കെ തുടങ്ങുമ്പോൾ ആരംഭിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ അറിയുക. കിതാബുത് തൗഹീദ് എന്ന് ശേഷം പറയുന്നുണ്ട്. അത് ഈ കിതാബിൻ്റെ, ഈ ഗ്രന്ഥത്തിൻ്റെ പേരാണത്. കിതാബുത് തൗഹീദ് എന്നാണ് പറയുന്നത്. കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ബുക്ക് എന്നൊക്കെ പറയാറുണ്ട്, പുസ്തകം എന്ന് പറയാറുണ്ട്. അറബി ഭാഷയിൽ കിതാബ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കതബ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുമിച്ച് കൂട്ടപ്പെട്ടത് എന്നാണ്. ഈ 3 അക്ഷരങ്ങൾ ഒരുമിച്ച് കണ്ടാൽ ചില കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറബി ഭാഷയിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചില ഹർഫുകൾ ഒരുമിച്ച് വന്നാൽ അതിനൊരു പ്രത്യേകമായ അർത്ഥം ഉണ്ടാവും. അത് ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില വാക്കുകൾ ചേർന്ന് വന്നാൽ നമുക്ക് അതിനൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. ഇപ്പം സീൻ, ജീം, ദാല്, സജദ എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. സുജൂദ് ചെയ്തു എന്നാണ് അർത്ഥം, സുജൂദ് ചെയ്യുന്ന അർത്ഥം. ഇപ്പം സാജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്നവനാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം എല്ലാം ബന്ധമുണ്ട്. അല്ല, ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരാൾ നിസ്കരിച്ചു എന്ന് പറയും, മോസ്ക് എന്നൊക്കെ പറഞ്ഞാൽ വേറെ അതുമായി ബന്ധമില്ല, വേറെ തന്നെ വാക്കുകളാണ്. പക്ഷെ ഇതിനെല്ലാം പരസ്പരം ബന്ധങ്ങളുണ്ടാകും. സജദ, സാജിദ്, മസ്ജിദ്, സുജൂദ്, ആ പ്രവർത്തിക്ക് സുജൂദ് എന്ന് പറയും. അങ്ങനെ ഇനി സജ്ജാദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന ആ മാറ്റിന് പറയും. ഇങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ സുജൂദിൻ്റെ സ്ഥലത്തിന്, അതൊക്കെ അങ്ങനെ കണക്റ്റഡ് ആണ്. അങ്ങനെ ഓരോ വാക്കുകളും കാണാൻ പറ്റും.
അപ്പോൾ ഈ കതബ എന്നുള്ള വാക്ക് സാന്ദർഭികമായി പറഞ്ഞതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുമിച്ച് കൂട്ടി എന്നാണ്. ഇപ്പം കതീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ആളുകളെ കതീബ എന്ന് പറയും. അതിനു വേണ്ടിയിട്ടുള്ള സൈന്യത്തെ ഒരുമിച്ച് കൂട്ടിയാൽ അങ്ങനെ കതീബ എന്ന് പറയാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ കിതാബ് തൗഹീദ് എന്ന് പറയുമ്പോൾ തൗഹീദുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മസ്അലകളെല്ലാം അദ്ദേഹം ഇതിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് തൗഹീദ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കിതാബിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിതാബ് എന്താണ്, എങ്ങനെയുള്ളതിനാണ് കിതാബ് എന്ന് പറയുക, അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. അത്തൗഹീദ്, കിതാബ് തൗഹീദ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അത്തൗഹീദ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിനൊരു അർത്ഥമുണ്ട്. ഏകനാക്കൽ എന്നാണ് ഭാഷയിൽ അതിനർത്ഥം. ഒരു കാര്യത്തെ ഏകനാക്കുക, ഒറ്റപ്പെടുത്തുക, അതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. വഹദ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഏകനാക്കി എന്നാണ് അർത്ഥം. വഹദ യുവഹിദു തൗഹീദൻ എന്ന് പറഞ്ഞാൽ ഏകനാക്കൽ എന്നാണ് വാക്കിനർത്ഥം. ഭാഷയിൽ അതിനർത്ഥം ഏകനാക്കൽ എന്നാണ്. എന്തിനേയും ആവാം. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, തൗഹീദുല്ലാഹ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർ അതിന് ചില നിർവചനങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. നിർവചനങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് മാത്രമേ ഉണ്ടാവൂ എന്ന് ചിന്തിക്കേണ്ടതില്ല. ചിലപ്പോൾ അതിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഡെഫിനിഷനുകൾ എപ്പോഴും അങ്ങനെയാണ്. ഒന്നോ രണ്ടോ ആളുകൾ അതിനെ താരീഫ് ചെയ്യുമ്പോൾ അത് വ്യത്യാസപ്പെട്ടേക്കാം. വളരെ എളുപ്പമുള്ളൊരു താരീഫാണ്. എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫഹുവ ഇഫ്റാദുല്ലാഹി അസ്സ വജൽ ബിമാ ലഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന് മാത്രമായിട്ടുള്ള കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക എന്നുള്ളതാണ് തൗഹീദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ്റാദുല്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാക്കുക, ബിമാ ലഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമായിട്ടുള്ള കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മറ്റൊരാൾക്കും നമ്മൾ ഒരു പങ്കും ചേർക്കാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇബാദത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടതായ ഒരു കാര്യമാണ്. ആ ഇബാദത്ത് അതിൽ തൗഹീദ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇബാദത്ത് മറ്റൊരാൾക്കും നൽകാൻ പാടില്ല എന്നാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നിസ്കാരം അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത് എന്നെല്ലാവർക്കും അറിയാം. മുസ്ലിം ഉമ്മത്തിന് അറിയുന്ന ഒരു കാര്യമാണിത്. നിസ്കാരം ഒരു ഇബാദത്താണ് എന്നും കൂടി അറിയാം. അപ്പോൾ മാത്രമേ അതൊരു ഇബാദത്താവുകയുള്ളൂ. അള്ളാഹുവിന് വേണ്ടി മാത്രമാകുമ്പോഴാണ്. മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷഫലത്തെക്കുറിച്ചും മുസ്ലിം ഉമ്മത്ത് ബോധവാന്മാരാണ്. ആളുകളെ കാണിക്കുന്നവർക്ക് അങ്ങനെ നിസ്കരിച്ചതൊന്നും കാര്യമില്ല എന്നുള്ള ആയത്തുകൾ എപ്പോഴും പാരായണം ചെയ്യുന്ന ആളുകളാണ് അവർ. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞത് അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്, എപ്പോഴും നിസ്കരിക്കുന്നവരൊന്നും അല്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ. അവർ നിസ്കാരത്തിൻ്റെ സമയത്തെ തൊട്ടൊക്കെ അശ്രദ്ധരാണ്. ചിലപ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കുകയില്ല. നിസ്കരിക്കുന്നതിന് ആളുകളെ കാണിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണ് അവർ ശിക്ഷക്ക് വിധേയരായത് എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹു അല്ലാത്ത ആളുകളെ അതിൽ ഉദ്ദേശിച്ചു. ഒരു ഇബാദത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ ഉദ്ദേശിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകിയാൽ ഒരു കാര്യം ഇബാദത്താകുന്നുണ്ട് എങ്കിൽ അത് മറ്റൊരാളുടെ പ്രീതി ഉദ്ദേശിച്ചാൽ തന്നെ അത് പൊളിഞ്ഞു പോകുന്ന ശിർക്കാണത്. പ്രാർത്ഥന അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുമ്പോൾ അത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന എവിടെ നടത്തിയാലും എപ്പോൾ നടത്തിയാലും ഏതവസരത്തിൽ നടത്തിയാലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പറ്റുകയുള്ളൂ. കാരണം പ്രാർത്ഥന ഇബാദത്താണ്, സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചതാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന അത് മറ്റൊരാളിലേക്ക് നൽകിക്കഴിഞ്ഞാൽ, അള്ളാഹു അല്ലാത്ത ആളിലേക്ക് നൽകിക്കഴിഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധമായി. കാരണം തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമായിട്ടുള്ള കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് മാത്രമായിട്ടുള്ള കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക. അള്ളാഹുവിനൊരു കാര്യം അർഹതപ്പെട്ടതാണ് എങ്കിൽ അത് മറ്റൊരാൾക്കും നൽകാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ എളുപ്പമാണ്. എന്നാൽ ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കും അതുപോലെ തന്നെ അവൻ്റെ പടപ്പുകൾക്കുമുള്ള ചില വിശേഷണങ്ങൾ ഉണ്ടാകും. ആ വിശേഷണം അള്ളാഹുവിനും ഉണ്ട്, അവൻ്റെ പടപ്പുകൾക്കും ഉണ്ട്. പക്ഷേ യാതൊരു ബന്ധവും അതുകൊണ്ടുണ്ടായിക്കൊള്ളുന്നില്ല. അതായത് അതുമായി സാദൃശ്യം ഉണ്ടാവുകയില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുമുണ്ട്, അവൻ്റെ പടപ്പുകൾക്കുമുണ്ട്. ഉദാഹരണത്തിന് റഹ്മത്ത് എന്ന് പറയുന്ന കാര്യം, കാരുണ്യം എന്ന് പറയുന്ന കാര്യം
അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്, അവൻ്റെ പടപ്പുകൾക്കുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവനെ തൗഹീദ് ചെയ്യുക അല്ലെങ്കിൽ അവൻ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, അന്നുഫ്രിദ് അല്ലാഹു അസ്സ വജൽ ഫീഹി ബിൽ കമാലിൽ മുത്ലഖ്, നിരുപാധികമായ പൂർണ്ണത ആ വിഷയത്തിൽ അള്ളാഹുവിനെ മാത്രമേ ഉള്ളൂ എന്നവൻ ഏകനാക്കുകയും വിശ്വസിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ റഹ്മത്ത്, അത് അടിമകൾക്ക് റഹ്മത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞത് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള ദയാലുവായ മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത്, അതിലാണ് പൂർണ്ണതയുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്താണ് മറ്റൊരാളിൽ നിന്നും ആവശ്യമല്ലാത്തതായ, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സമതായിട്ടുള്ളവനിൽ നിന്നുള്ള റഹ്മത്ത്. പടപ്പുകളുടെ റഹ്മത്ത് അത് മറ്റൊരാളിൽ നിന്ന് ലഭിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച കാരുണ്യത്തിൽ നിന്ന് മാത്രമാണ് ആളുകൾക്ക് പരസ്പരം കാരുണ്യം കാണിക്കാൻ സാധിക്കുന്നത് എന്ന്. അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ പൂർണ്ണത, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റൊരാൾക്കും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അള്ളാഹുവിനും പടപ്പുകൾക്കുമിടയിൽ സാദൃശ്യമുള്ള വിശേഷണങ്ങൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ അൽ കമാലുൽ മുത്ലഖ്, നിരുപാധികമായ പൂർണ്ണത അള്ളാഹുവിന് മാത്രമാണ് എന്ന് വിശ്വസിക്കണം. ഒരു മുസ്ലിമായ ഭരണാധികാരി അവൻ ആദിലായിരിക്കണം, നീതിമാനായിരിക്കണം. അവൻ എത്ര നല്ല നീതിമാനായാലും ആ അദിൽ എന്ന് പറയുന്ന, നീതി എന്ന് പറയുന്ന ആ സിഫത്ത്, ഗുണം, അതിൻ്റെ അൽ കമാലുൽ മുത്ലഖ്, നിരുപാധികമായ പൂർണ്ണത, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കും എന്ന് മനസ്സിലാക്കുക. എന്നാൽ അതല്ലാത്ത ഇബാദത്തുകളുടെ കാര്യം, അതിൽ പടപ്പുകൾക്ക് ഒരാൾക്കും യാതൊരു പങ്കുമില്ല. കാരണം ഇബാദത്തുകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അതാണ് നമ്മളെപ്പോഴും റബ്ബിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഇയ്യാക നഅ്ബുദ്, ഇയ്യാക നഅ്ബുദ്, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. ഇയ്യാക നഅ്ബുദ്, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. വഇയ്യാക നസ്തഈൻ, ആ ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നിന്റെ സഹായവും വേണം, അതുകൊണ്ട് നിന്നോട് മാത്രമാണ് ചോദിക്കുന്നത്. ഇതെപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇതാണ്. ഈ തൗഹീദിൻ്റെ വാചകങ്ങളാണ് അള്ളാഹുവിനോട് നമ്മൾ കരാറ് പുതുക്കിക്കൊണ്ടേയിരിക്കുന്നത്. നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്താകുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന് ചെയ്യുമ്പോഴാണ് ഒരാൾ മുവഹിദാകുന്നത്. അപ്പോഴാണ് അയാളുടെ ജീവിതത്തിൽ തൗഹീദ് ഉണ്ടാകുന്നത്. അതിലേതെങ്കിലും മറ്റൊരാളിലേക്ക് അവൻ നൽകി കഴിഞ്ഞാൽ, അതാരാകട്ടെ, ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രിയങ്കരനായിട്ടുള്ള അമ്പിയാക്കളാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, ആരുമാകട്ടെ, അള്ളാഹുവിന് നൽകിയാൽ ഒരു കാര്യം ഇബാദത്താകുന്നത്, അവൻ്റെ പടപ്പിലേക്ക് നൽകിയാൽ അത് അവർക്കുള്ള ഇബാദത്തായി തീരുമെന്നാണ്. അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യും, അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ അവന് ഷിർക്ക് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എൻ സഹോദരങ്ങളെ, പ്രധാനമായും തൗഹീദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. തൗഹീദിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പണ്ഡിതന്മാർ തൗഹീദ് 3 തരത്തിലുണ്ട് എന്ന് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും, അല്ലേ? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. എന്തൊക്കെയാണത്? അത്തൗഹീദുർ റുബൂബിയ്യ, തൗഹീദു അൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അഹ്സൻതും. ഈ 3 കാര്യങ്ങളാണ് തൗഹീദിൻ്റെ വിഭജനങ്ങൾ. തൗഹീദുർ റുബൂബിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്നുള്ള കാര്യത്തിൽ അവൻ ഏകനാക്കുക. തൗഹീദുൽ ഉലൂഹിയ്യ, അല്ലാഹു മാത്രമാണ് ഇലാഹ്, ആരാധനക്കർഹൻ എന്ന കാര്യത്തിൽ അവൻ ഏകനാക്കുക. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന് മാത്രമായിട്ടുള്ള നാമങ്ങളും വിശേഷണങ്ങളും ഉണ്ട്, അതിൽ മറ്റൊരാൾക്കും യാതൊരു പങ്കുമില്ല എന്ന കാര്യം, അതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ശരി, ഇങ്ങനെ തൗഹീദ് 3ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട് എന്ന് എവിടെയാണ് വന്നത്? ഖുർആനിൽ ഏതെങ്കിലും ആയത്തിൽ തൗഹീദ് 3 തരത്തിലാണ് എന്ന് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് വല്ല ഹദീസും അത്തൗഹീദു സലാസ, തൗഹീദ് 3 എന്ന് പറയുന്നതുണ്ടോ? എന്താണ് ഇതിനുള്ള തെളിവ്? എന്തായിരിക്കും അതിൻ്റെ തെളിവ്? തൗഹീദ് 3 നമ്മൾ എപ്പോഴും പറയും. എന്താണ് അതിൻ്റെ തെളിവ്? നമുക്ക് അറിയണമല്ലോ. അല്ല, ഒരാൾ നമ്മളോട് ചോദിക്കാം തൗഹീദ് 3 നിങ്ങളോട് ആരോട് പറഞ്ഞു? കാരണം തൗഹീദ് 3 പറയുന്നതിനെ ബോധപൂർവം അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവർക്കത് നിഷേധിക്കുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. അവരുടെ തൗഹീദ് ഇല്ലായ്മയെ മറച്ചു കളയാനാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ തൗഹീദ് 3 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ട്, അങ്ങനെ നമ്മൾ തൗഹീദ് ഇല്ലാത്തവരാക്കുന്നത് നിങ്ങളങ്ങനെ തൗഹീദ് കുറേയായി വേർതിരിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ തൗഹീദ് 3 എന്ന് പറയുമ്പോൾ തൗഹീദ് 4ാമതൊരു തൗഹീദ് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. നമ്മൾ പറയുന്ന ഒന്നുമല്ല, തൗഹീദ് 3 ഉള്ളൂ, 4 ആവുകയില്ല എന്ന് നമ്മൾ പറയാം. അപ്പോൾ എന്താണ് അതിൻ്റെ തെളിവ്? നമുക്ക് വേണ്ടതുണ്ട്. എന്താണ് അതിൻ്റെ തെളിവ്? നിങ്ങൾ എന്തായിരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്?
നമ്മൾ തെളിവുകൾ ഖുർആൻ ഹദീസൊക്കെ ആണല്ലോ. ഖുർആനിൽ വല്ല ആയത്തുണ്ടോ, അല്ലെങ്കിൽ ഹദീസിൽ എവിടെയെങ്കിലൊക്കെ തൗഹീദ് 3 ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ സഹാബികൾ ആരെങ്കിലും ഒരാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ് തൗഹീദ്, അവരുടെ വാക്കുകൾ സ്വീകരിക്കപ്പെടും, അവർക്ക് മറ്റൊരു മുഖാലിഫ് ഇല്ലാതിരുന്നാൽ എന്തായിരിക്കും അതിൻ്റെ തെളിവ്? നമ്മൾ ചിന്തിക്കണം. ഒരാൾ വന്ന് നമ്മൾ പെട്ടെന്ന് ചോദിച്ചാൽ തൗഹീദ് 3 എവിടെ, ആര് പറഞ്ഞു തൗഹീദ് 3 ചോദിച്ചാൽ നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ. ഇതിനുള്ള ഉത്തരം സഹോദരങ്ങളെ അത്തത്തബ്ബുഉ വൽ ഇസ്തിഖ്റാ എന്നാണ് പറയുക. അതായത് ഖുർആൻ മുഴുവൻ, ഖുർആനിൽ 6000 ചില്ലാനും ആയത്തുകളുണ്ട്, അതുപോലെ തന്നെ 10,000 ഹദീസുകളുമുണ്ട്. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം ലഭിച്ചിട്ടുള്ള കാര്യമാണ് തൗഹീദ് ഈ 3 കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. തൗഹീദ് ഈ 3 കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, 4മതൊന്നിലേക്കില്ല. ഇനി ചില ആളുകൾ, ചില പണ്ഡിതന്മാർ ഈ 3 തൗഹീദിനെ 2 ആക്കിയിട്ടുണ്ട്. ആ 2 ആക്കുന്ന സമയത്ത് തന്നെ അതിൽ 1 2ആണ്. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ചില പണ്ഡിതന്മാർ തൗഹീദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയൊക്കെ 2 ആക്കിയിട്ടാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ 1 2 ഉണ്ട്. അങ്ങനെ 3 ഇനങ്ങളാണ് അതിനുള്ളത്. മുഴുവൻ പരിശോധിച്ചപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഏതുപോലെ ഇപ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് പോയി, പിന്നെ തിരിച്ചു വന്നു, എറണാകുളത്ത് പോയി, തിരിച്ചു വന്നു, മഞ്ചേരിയിലേക്ക് പോയി, അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് യാത്രകൾ നടത്തി. അപ്പോൾ മുഹമ്മദ് എത്ര സ്ഥലത്താണ് നടത്തിയത്? നമ്മൾ എല്ലാ യാത്രകളൊക്കെ നോക്കിയപ്പോൾ മുഹമ്മദ് മൊത്തത്തിൽ 3 സ്ഥലത്താണ് അവൻ്റെ യാത്രകൾ എന്ന് പറയും. അതിനാണ് തത്തബ്ബുഉ വൽ ഇസ്തിഖ്റാ. നമ്മൾ മൊത്തം പരിശോധിക്കും. അപ്പോൾ എല്ലാം യാത്രകൾ നോക്കി നമ്മൾ പറയും 3 ജില്ലകളിലാണ് അവൻ്റെ യാത്രകൾ പ്രധാനമായി നടന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ ആ പരിപാടിക്കാണ് തത്തബ്ബുഉ വൽ ഇസ്തിഖ്റാ എന്ന് പറയും. ഇത് മുഴുവൻ പരിശോധിച്ചിട്ട് അതിൽ നിന്ന് എടുക്കുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട തെളിവാണ്. ഇങ്ങനെ ഒരു തെളിവ് ഉണ്ടാകുക എന്ന് പറയുന്നത് മുഴുവൻ പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഒന്ന് കുറയാനില്ല, ഒന്ന് കൂടാനില്ല. ഈ പറയുന്ന 3 കാര്യങ്ങളാണ് ഉള്ളത്. അതേപോലെ തന്നെ അത്തരം ആളുകളോട് തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ അവർക്കറിയാം ഇത് ദീനിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണെന്നുള്ളത്. നമ്മൾ വുളൂവിന് 5 ഫർളുണ്ട്, 6 ഫർളുണ്ട് എന്ന് പറയുന്നുണ്ട്, നിസ്കാരത്തിന് ഇത്ര ഷർത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഏതെങ്കിലും ആയത്തിൽ വന്നിട്ടുണ്ടോ വുളൂവിൻ്റെ ഫർളുകൾ ഇന്നതാണെന്ന് എണ്ണിയാണ് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഹദീസിൽ ഇങ്ങനെ വുളൂവിൻ്റെ ഫർളുകൾ ഇന്നതാണ് എന്ന് വന്നിട്ടുണ്ടോ? ഇല്ല. ഇതും പണ്ഡിതന്മാർ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? അത്തത്തബ്ബുഉ വൽ ഇസ്തിഖ്റാ. അത് ഇത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ നിലക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ഡിതന്മാർ ചെറിയ റിസാലകളൊക്കെ എഴുതിയിട്ടുണ്ട്. തൗഹീദ് ഇനങ്ങൾ 3 എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഇവർ ഈ 3 എതിർക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശഭൂമികളെ പടച്ചത് എന്നൊക്കെ വിശ്വസിക്കലാണ്. അത് തൗഹീദാണ്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അതേ ഉള്ളൂ തൗഹീദ് എന്ന് പറയും. അത് തൗഹീദ് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചു എന്ന് പറയാൻ അവർ ഈ ഒരു കാര്യം മാത്രം പറയും. നമ്മൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നതാണ്, അള്ളാഹുവാണ് എല്ലാം നമുക്ക് ചെയ്തു തരുന്നത്, ഈ കാണുന്നതെല്ലാം പടച്ചത് റബ്ബാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ തൗഹീദിൽ കൃത്യമായി വിശ്വസിച്ചിട്ടുണ്ട്, നമ്മൾ ശിർക്ക് വന്നിട്ടില്ല എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് തൗഹീദ് നിങ്ങൾ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒന്നായി പറഞ്ഞാൽ പോരെ, ഈ 3 കാര്യങ്ങളിലും നിങ്ങൾക്ക് തൗഹീദ് വേണം, എങ്കിലേ നിങ്ങൾക്ക് മുവഹിദാകാൻ സാധിക്കുകയുള്ളൂ. ഈ 3 കാര്യത്തിൽ നിങ്ങൾക്ക് തൗഹീദ് വേണം. അതോ ഒന്നാമതായി പറഞ്ഞ തൗഹീദുർ റുബൂബിയ്യ നോക്കാം. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ് എന്ന് പറയലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹുവ തൗഹീദുല്ലാഹി അസ്സ വജൽ ബി അഫ്ആലിഹി, അവൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അവൻ ഏകനാണ്. കൽ ഖൽഖി വർ റസ്ഖി വൽ ഇഹ്യാഇ വൽ ഇമാതത്തി വത് തദ്ബീർ. ഏതുപോലെ പടപ്പിൻ്റെ കാര്യത്തിൽ, അതിന് ഉപജീവനം നൽകുന്നതിൻ്റെ കാര്യത്തിൽ, ജീവിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ, മരിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ കാര്യത്തിൽ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രവർത്തികളിൽ പ്രധാനപ്പെട്ടതാണ്. ഇതിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്നൊരാൾ വിശ്വസിക്കുക എന്നുള്ളതാണ് തൗഹീദുർ റുബൂബിയ്യ എന്നുള്ളത്. അതൊരാൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അത് മുസ്ലിം അല്ല. ഒരാൾ പറയാണ് മഴ പെയ്യിപ്പിക്കുന്നത് അള്ളാഹു മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, മഴ പെയ്യിപ്പിക്കാൻ കഴിവുള്ള വേറൊരാളും കൂടിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലും മഴ പെയ്യും, ഇന്നയാൾ ഉദ്ദേശിച്ചാലും മഴ പെയ്യും എന്ന് പറഞ്ഞാൽ അവൻ തൗഹീദുർ റുബൂബിയ്യ ഇല്ല, അവൻ തൗഹീദില്ല, അവൻ മുസ്ലിം അല്ല. ഇന്ന് ദേവനാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ മുസ്ലിം അല്ല. അല്ലെങ്കിൽ ഇന്ന് ഈ രൂപത്തിലുള്ള ഒരാളാണ് മരിക്കുന്ന ആളുകളെ ഇന്നയാൾ മരിപ്പിക്കുന്നത്, ഇന്നൊരു മരണത്തിനൊരു ദൈവമുണ്ട് അയാളാണ് മരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ജീവിപ്പിക്കുന്നത് ഇന്നയാളാണ്, റിസ്ക് നൽകുന്നത് ഇന്നയാളാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കുഫറിൻ്റെ വിശ്വാസം, ഷിർക്കിൻ്റെ വിശ്വാസം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ പോലും നിലനിന്നിരുന്നില്ല എന്നാണ്. അവരാരും ഈ നിലക്ക് എന്ത് ചെയ്തിട്ടില്ല, ഈ വിഷയത്തിൽ ഷിർക്ക് ചെയ്തിട്ടില്ല. അഥവാ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആകാശഭൂമികളെ പടക്കുന്നതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ അള്ളാഹു ആണ് എന്നവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ ഉടനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, ഈ ഒരു തൗഹീദ് മാത്രം അംഗീകരിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് മുസ്ലിം ആവാൻ സാധിക്കുകയില്ല. ഈ ഒരു തൗഹീദ് മാത്രം അംഗീകരിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് മുസ്ലിം ആവാൻ സാധിക്കുകയില്ല. ഇത് ഒരാളുടെ ജീവിതത്തിൽ ഈ പറയുന്ന അള്ളാഹുവിൻ്റെ അഫ്ആലുകളിൽ അവന് യാതൊരു പങ്കുകാരനുമില്ല എന്നൊരാൾ അടിയുറച്ച് വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ട് എന്താണ് അതിൻ്റെ കാര്യം? എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഖാലിഖ്. ലോകങ്ങളിലെ ഏതൊരു അണുവായിട്ടുള്ള വസ്തു, നമുക്ക് കാണാൻ പോലും പറ്റാത്തൊരു വസ്തു, അതിനെപ്പോലും പടക്കുന്നത് അള്ളാഹുവാണ്, അതിനുപോലും ഉപജീവനം നൽകുന്ന അള്ളാഹുവാണ്. അങ്ങനെ എല്ലാം സൂക്ഷ്മമായി മുഴുവൻ കാര്യങ്ങളിലും അവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് വിശ്വസിച്ചു. പക്ഷെ നമ്മൾ പറയുന്നു അതുകൊണ്ട് മാത്രമായില്ല. ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് മുസ്ലിമാണോ ചോദിക്കാൻ, അയാൾ മുസ്ലിമാണോ അല്ലെ പരിശോധിക്കാൻ, ഈ ഒരു കാര്യം മാത്രം ചോദിച്ചപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഉത്തരം പറഞ്ഞു. പക്ഷെ ആയില്ല, അതുകൊണ്ട് മാത്രം അവൻ മുസ്ലിം ആവുകയില്ല. എന്തുകൊണ്ട്? മക്കയിലുള്ള മുശ്രിക്കുകളെ കുറിച്ചിട്ട് നമ്മൾ അപ്പോൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, മക്കയിലെ മുശ്രിക്കുകൾ പോലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അവർ വിശ്വസിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്താണ് അതിന് തെളിവ്? മക്കയിലെ മുശ്രിക്കുകൾ ഇതിനൊക്കെ വിശ്വസിച്ചു എന്നുള്ളത് ഇത് നിങ്ങൾ വഹാബികൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ലേ, നമ്മൾ വെറുതെ മുശ്രിക്കാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ? എവിടെ അതിന് തെളിവ്? മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയാമെന്നുള്ളതിന് എവിടെയാണ് തെളിവ്? എവിടെ ഉള്ളത് മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയാമെന്നുള്ളത്? ഇത് വഹാബികളുടെ പണിയാണെന്നാണ് ആൾക്കാർ പറയുന്നത്. ഇത് വഹാബികൾ വെറുതെ നമ്മളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയില്ല. മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചിട്ടൊന്നും വിശ്വസിച്ചിട്ടില്ല. അവർ അള്ളാഹുവിനെ എതിർക്കുന്നവരായിരുന്നു, അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നവരായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പണ്ട് അങ്ങനെ പഠിച്ചിട്ടുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയാമെന്നും തീർന്നില്ല, നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്കാണ് പറയുന്നത്. നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകളെ മുസ്ലിമീങ്ങളാക്കുകയാണ് എന്നൊക്കെയാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. നിങ്ങൾ പറയുന്നു മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കുന്നു, അവനാണ് എല്ലാത്തിനെയും പടച്ചത്, അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, അവനാണ് എല്ലാത്തിനെയും പരിപാലിക്കുന്നത്, അവനാണ് ആകാശത്തുനിന്ന് മഴ പെയ്യിക്കുന്നത്, അവനാണ് എല്ലാത്തിനെയും മരിപ്പിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ പറയുന്നു. തെളിവ് എവിടെ എന്ന് ചോദിച്ചാൽ നമുക്ക് എവിടെ പറയാൻ പറ്റുക? എവിടെയാണ് തെളിവുള്ളത്? ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നമ്മൾ എടുത്തുകൊണ്ടുവന്നതാണോ? ഏതെങ്കിലും വഹാബികളായ ആരെങ്കിലും എഴുതി കൊണ്ടുവന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നതാണോ? അല്ല. ഖുർആനിൽ ഒന്നിലധികമല്ല, ഒരു ഡസനോളം നമുക്ക് ഇതിനുള്ള തെളിവുകൾ കൊണ്ടുവരാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ആവർത്തിച്ചിട്ട് ഒരു കാര്യം പറയുന്നത്? കാരണം ഖുർആൻ അത്രയും വ്യക്തമായ ഗ്രന്ഥമാണ്. ഖുർആനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഖുർആനിൽ ഉണ്ടാവുകയില്ല. അത് തൗഹീദ് ശിർക്ക് ഒരു മനുഷ്യന്റെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ അതിൽ എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കിയാലും അതിനുള്ള കൃത്യമായ മറുപടി ഖുർആനിൽ ഉണ്ടാകും. നമ്മൾ പഠിക്കണം, ഖുർആൻ പഠിക്കണം. ഒരുപാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ ഒരു ആവർത്തി നമ്മൾ വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കാര്യമാണ്. ചില ആയത്തുകൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ, ഇത് വഹാബികൾ പറഞ്ഞതാണ്, മക്കയിലെ മുശ്രിക്കുകൾ ആകാശഭൂമികളെ അള്ളാഹു പടച്ചതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാത്തിനും നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്നുള്ളത് വഹാബികൾ പറഞ്ഞതാണെന്ന് പറയുന്നവർ ഈ ആയത്ത് കേൾക്കണം. എന്താണ് ആയത്ത്? സൂറത്ത് യൂനുസ് 31-ാമത്തെ ആയത്ത്. ഖുൽ, നബിയെ പറയുക മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാനായിട്ടാണ്. മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാണ്? ആകാശത്തിൽ നിന്ന് അങ്ങനെ റിസ്ക് നൽകുക, മഴ പെയ്ച്ചിട്ടുണ്ട്. അത് വേറെ സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും ധാന്യങ്ങൾ മുളപ്പിച്ചിട്ട് ആകാശഭൂമികളിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ്? അമ്മ യംലികു സമഅ വൽ അബ്സാർ, നിങ്ങളുടെ കേൾവികളെയും കാഴ്ചകളെയും എല്ലാത്തിനെയും അതിനെല്ലാം ഉടമപ്പെടുത്തുന്നത് ആരാണ്? ആരുദ്ദേശിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്? ആരുദ്ദേശിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും ഉടമപ്പെടുത്തുന്നതും ഒക്കെ ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനില്ലാത്തതിൽ നിന്നും, വിത്തുകളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ഒക്കെ ജീവനുള്ളതിനെ മുളപ്പിക്കുന്നു. അതാരാണ് ചെയ്യുന്നത്? വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, അതുപോലെ ജീവനുള്ളതിനെ മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? വമൻ യുദബ്ബിറുൽ അംർ, എല്ലാത്തിനും നിയന്ത്രിക്കുന്നത് ആരാണ്? മക്കയിലെ മുശ്രിക്കുകളോട് ഇത് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് എന്ന് പറയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചിട്ടല്ല എന്ന്
അഭിപ്രായം പറഞ്ഞതായിട്ട് ലോകത്ത് ഒരു മുഫസ്സിറും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എന്തെങ്കിലും അഭിപ്രായം ചില ആയത്തുകളൊക്കെ വിശദീകരിക്കുമ്പോൾ പറയല്ലോ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ഇത് ഇന്ന ആളുകളെ കുറിച്ചിട്ടാണെന്ന് അഭിപ്രായമുണ്ട്, ഇത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണെന്ന് അഭിപ്രായം. അങ്ങനെയല്ല, മക്കയിലുള്ള മുശ്രിക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞതാണ് ഈ ആയത്ത്. ഏത് തഫ്സീർ എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ പറയുന്ന ശിർക്കൻ വിശ്വാസത്തിൽ കഴിയുന്ന ആളുകൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പോലും അത് കാണാൻ സാധിക്കും. ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഒരുപാട് തഫ്സീറുകളിൽ സഹോദരങ്ങളെ മക്കയിലെ മുശ്രിക്കുകൾ എന്തുകൊണ്ട് മുശ്രിക്കുകളായി അവർ ആ കാര്യം വിശദീകരിക്കുന്നിടത്തൊക്കെ അവർ വളരെ കൃത്യമായി ഈ കാര്യം പറയുന്നുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുന്നവരായിരുന്നു. എന്നിട്ട് അതുകൊണ്ടാണ് അള്ളാഹു അതിൻ്റെ അവസാനത്തിൽ ചോദിക്കുന്നത്, ഫഖുൽ, നബിയെ ചോദിക്കുക, അഫലാ തത്തഖൂൻ, എങ്കിലും നിങ്ങൾക്ക് സൂക്ഷ്മത പാലിച്ചൂടെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തേ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഒരുപാട് ആയത്തുകളിൽ സൂറത്തു സജ്ദയിൽ അവസാനത്തിൽ കാണാം, സൂറത്തു ലുഖ്മാനിൽ കാണാം, ഒരുപാട് സൂറത്തിൽ സഹോദരങ്ങളെ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്, ആകാശഭൂമികളെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവാണ്. നബിയെ, അവരെ ആരാണ് എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത്? ആരാണ്? ആരിൽ നിന്നാണ് അവൻ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ സാധിക്കാത്തത്? ഇങ്ങനെയുള്ളവൻ ആരാണ്? ഇങ്ങനെ വ്യത്യസ്ത ചോദ്യങ്ങൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് എന്നാണ്. അവിടെയൊക്കെ അവസാനത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തേ ഇവർ തെറ്റിപ്പോകുന്നു? പിന്നെ എന്തേ ഇവർക്ക് വ്യതിചലനം സംഭവിക്കുന്നു? ഇത് അംഗീകരിക്കുന്ന, അഥവാ അള്ളാഹുവിൻ്റെ അഫ്ആലുകളിൽ അവൻ ഏകനാണ്, അതിലൊന്നും മറ്റൊരാൾക്കും യാതൊരു പങ്കുമില്ല, നിനക്കെല്ലാം തരാനുള്ള കഴിവുള്ളവ അവനാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അവനാണ്, എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്ന അവനാണ്. പിന്നെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നീ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം അവനിൽ മാത്രമാക്കി നിങ്ങൾക്ക് എന്തുകൊണ്ട് മാറ്റാൻ സാധിക്കുന്നില്ല? അതിലെന്താണ് നിങ്ങൾ വേറെ ആളുകളിലേക്ക് പോകുന്നത്? കാരണം അവരൊന്നിനെയും പടച്ചിട്ടില്ല, അവരൊന്നിനെയും നിയന്ത്രിക്കുന്നില്ല. അവരുടെ കാര്യം പോലും എപ്പോഴാണെന്നുള്ളത് അവർക്കറിയുന്നില്ല. എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നതുപോലും ഖബറിൽ കിടക്കുന്ന ഒരാൾക്ക് പോലും അറിയില്ല. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പോലും എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്താണ് ഈ ലോകത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്ക് ഹൗദുൽ കൗസറിൽ നിന്നും പാനീയം കുടിപ്പിക്കാൻ പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അവിടെ പറയുന്ന കാര്യമാണ്. ചില മലക്കുകൾ പറയുന്നു, താങ്കൾക്കറിയില്ല താങ്കളുടെ മരണശേഷം എന്തൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കുകയാണ് ഇത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ എന്നുള്ളത്. പക്ഷേ അല്ല, ഇവർ പല കാര്യങ്ങളും ബിദ്അത്തുകൾ പുതുതായി ദീനിൽ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദുർ റുബൂബിയ്യ ഒരാൾ അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് മുസ്ലിം ആവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ തൗഹീദിൻ്റെ വിഭജനത്തെ ചില ആളുകൾ വല്ലാതെ പേടിക്കുന്നത്. കാരണം തൗഹീദ് മൊത്തത്തിൽ ഞങ്ങൾക്കുണ്ട്, ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണത്. പക്ഷേ നിങ്ങൾക്കുള്ളത് മക്കയിലെ മുശ്രിക്കുകൾക്ക് കൂടി ഉണ്ടായിരുന്ന ഒരു കാര്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ അമ്പിയാക്കളും അവരുടെ അഭിസംബോധിതരും തർക്കത്തിലായിരുന്ന വിഷയം ഈ വിഷയത്തിലായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ഏത് കാലഘട്ടത്തിലും ഒരു നബിയും അള്ളാഹു ഖാലിഖാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്നതായിട്ട് അങ്ങനെ വിശ്വസിക്കണം എന്ന് പറയുന്നതായിട്ട് ഖുർആനിൽ കാണാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള സമുദായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ അതൊരു പ്രധാന വിഷയമായിട്ട് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. കാരണം അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്, അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ആകാശഭൂമികളെ പടച്ചത് അള്ളാഹു അല്ല, വേറൊരാളെ കാണിച്ചിട്ട് മനുഷ്യന് വേണ്ട ഒരാൾ വേണ്ടേ അവർക്ക് പറയണമെങ്കിൽ? അങ്ങനെ ഉണ്ടായിട്ടില്ല. അമ്പിയാക്കൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, ആരാധനയുടെ വിഷയത്തിൽ മാത്രമാണ്. കാരണം ആ മക്കയിലെ മുശ്രിക്കുകളാകട്ടെ, മുമ്പുണ്ടായിരുന്ന ആളുകളാകട്ടെ, നബിമാർ വന്ന ആളുകളൊന്നും തന്നെ വേറെ ആരെങ്കിലും ഒക്കെ ഇതിനൊക്കെ പടച്ചു എന്നോ സൃഷ്ടിച്ചു എന്നോ പരിപാലിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തൗഹീദിൻ്റെ ഒന്നാമത്തെ തൗഹീദുർ റുബൂബിയ്യയാണ്. അത് പഠിച്ചപ്പോൾ നമ്മൾ ഉടനെ മനസ്സിലാക്കി അത് ഇന്ന കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് മുസ്ലിം ആവാൻ സാധിക്കുകയില്ല. രണ്ടാമത്തത് സഹോദരങ്ങളെ, അതാണ് നമ്മുടെ കിതാബിൻ്റെ പ്രധാന ചർച്ചാ വിഷയം, തൗഹീദുൽ ഉലൂഹിയ്യ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇലാഹ് എന്നൊരാൾ വിശ്വസിക്കുക. ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണെന്ന് വിശ്വസിക്കുക. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. പണ്ഡിതന്മാർ വിശദീകരിച്ചു, വഹുവ തൗഹീദുല്ലാഹി അസ്സ വജൽ ബി അഫ്ആലിൽ ഇബാദി അല വജ്ഹി തഖർറുബ്. സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അടിമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചെയ്യുന്ന ചില പ്രവർത്തികളുണ്ട്, അതിൽ അവനെ ഏകനാക്കുക എന്നുള്ളതാണ്. സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നുവോ അതിൽ അള്ളാഹുവിനെ ഏകനാക്കിയിരിക്കണം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്യണം. അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ.
അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യണം. അതിന് ആദ്യത്തായ പ്രവർത്തികൾ വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു പോകും. കാരണം അവരെ പ്രതിഫലം പ്രതീക്ഷിച്ചല്ലാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം, അതിൽ പുറത്തു പോയേക്കാം. പക്ഷെ അതല്ലാത്ത പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന എന്തൊരു കാര്യവും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം നീ ചെയ്യണം. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയുന്നത്. സകല അമ്പിയാക്കളും അവരുടെ ജനങ്ങളോട് തർക്കത്തിലായിരുന്ന വിഷയം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിൽ വന്നിട്ട് ഉയർന്ന പ്രദേശങ്ങളിൽ കയറിയിട്ട് ജനങ്ങളോട് പറഞ്ഞത് ഖൂലു ലാ റബ്ബ ഇല്ലല്ലാഹ് എന്നല്ല, അള്ളാഹു അല്ലാതെ റബ്ബില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് പറയേണ്ട ആവശ്യമില്ല, അതവർക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ പറയേണ്ടത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിലാണ് അവർക്ക് തർക്കം ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞു അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇൻ ഹാദാ ലശൈഉൻ ഉജാബ്, നമുക്ക് ഒരുപാട് ഇലാഹുകളുണ്ട്, അതിനൊക്കെ മാറ്റിയിട്ട് ഒരൊറ്റ ഇലാഹാക്കണം എന്നതാണോ നിങ്ങൾ പറയുന്നത്? ഇത് വലിയ അത്ഭുതമുള്ള കാര്യമാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകളും പറയാം. കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, അവർ ഒരാളെ ആരാധിച്ചാൽ അത് ഇലാഹാണ്. അപ്പം ഇലാഹ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ മഅ്ലൂഹ് എന്ന അർത്ഥത്തിൽ നിന്നാണ്, ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. അപ്പം അവർക്കറിയാം, നമ്മൾ ഒരാളോട് പ്രാർത്ഥിച്ചാൽ എന്നെ സഹായിക്കണം, എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് കേണപേക്ഷിച്ചാൽ അത് അയാളോടുള്ള പ്രാർത്ഥനയാണെന്നും അതൊരു ആരാധനയാണെന്നും അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥിക്കപ്പെടുന്നവൻ ആരാധിക്കപ്പെടുന്നവനാണ് എന്നുള്ള യഥാർത്ഥമായി അംഗീകരിക്കേണ്ടതായ വസ്തുത മക്കയിലെ മുശ്രിക്കുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ ലാത്ത അങ്ങനെ ഒരു ഇലാഹാണ്, ഉസ്സ അങ്ങനെ ഒരു ഇലാഹാണ്, മനാത്ത് അങ്ങനെ ഒരു ഇലാഹാണ് എന്ന യാഥാർത്ഥ്യം മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു. ഇന്ന് ചില ആളുകൾ അംഗീകരിക്കുകയില്ല. ഇന്ന് ശിർക്കെന്ന് ആരും തന്നെ അത് അംഗീകരിക്കുകയില്ല. ഞങ്ങൾ ഇലാഹാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്, ഞങ്ങൾ ഇലാഹാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആരാധന അവർക്ക് നൽകിയിട്ട് അള്ളാഹുവിന് കൊടുക്കുമ്പോൾ ഇബാദത്താക്കുന്ന ഒരു കാര്യം അവർക്ക് നൽകിയിട്ട് ഞങ്ങൾ അവരെ ഇലാഹാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. നീ ചെയ്തത് ആരാധനയാണെങ്കിൽ ആ ചെയ്യപ്പെടുന്ന ആൾ ആരാധ്യനായി മാറി, നീ അവൻ ആരാധിച്ചവനുമായി മാറി, അവൻ ആരാധിക്കപ്പെട്ടവനുമായി മാറി. ചെയ്ത പ്രവൃത്തി ആരാധനയുമാണ്. ഇബാദ, ദുആ അത് തന്നെയാണ് ആരാധന എന്ന് പറഞ്ഞത്. അപ്പം നീ ദുആ ചെയ്താൽ നീ ആരാധിച്ചവനാണ്. നീ ഇന്നയാളോട് ദുആ ചെയ്താൽ അയാൾ ആരാധിക്കപ്പെട്ടവനാണ്, അയാൾ ഇലാഹായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന് വേറെ നീ എന്ത് ചെയ്യേണ്ടതില്ല, നീ നിന്റെ നാവ് കൊണ്ട് ഞാൻ ഇലാഹാക്കി ഇലാഹാക്കിയിട്ടില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഒരാളെ തല്ലി കഴിഞ്ഞാൽ അയാൾക്ക് തല്ലുകൊണ്ടവനാണ് അയാൾ, ഞാനാണ് തല്ലിയവൻ. ഞാൻ തല്ലണമെന്ന് ഉദ്ദേശത്തിലല്ല എന്ന് പറഞ്ഞിട്ട് അടി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങനെ തല്ലണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ട് അയാൾക്ക് വേദന എടുത്തു. ഞാൻ തല്ലിയതല്ല, കാരണം ഞാൻ തല്ലണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ തല്ലണം എന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല, ഞാൻ ഇങ്ങനെ തലോടിയതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല. ഒരാളുടെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നീ എന്തുദ്ദേശിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നീ അയാളോട് ആരാധനയാണ് ചെയ്തത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അദ്ദുആഉൽ ഇബാദ. ദുആ എന്ന് പറയുന്നത് ആരാധനയാണ്, പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനയാണ്. അതിനാ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് നീ പേര് മാറ്റിയിട്ടോ മറ്റൊന്നും കാര്യമില്ല. കാരണം നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, മനസ്സിലാക്കണമെങ്കിൽ ഇവർ മൊയ്തീൻ ഷെയ്ഖിനോടോ മമ്പുറം തങ്ങളുടെ അടുക്കലേക്കോ ഉള്ളാളം തങ്ങളുടെ അടുക്കലേക്കോ പോയിട്ട് ഇവർ കേണപേക്ഷിക്കുന്ന കാര്യമുണ്ടല്ലോ, ഇതിൽ ആരെയാണോ അവർ വിളിക്കുന്നത് അത് മാറ്റി അവർ അള്ളാഹ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ആരാധനയാണ്, പ്രാർത്ഥനയാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. കാരണം ഭാവങ്ങളും തേട്ടത്തിൻ്റെ ശൈലിയും എല്ലാം ഒരുപോലെയാണ് അല്ലേ? വളരെ കൃത്യമായി അവർ ചെയ്യുന്നത് പ്രാർത്ഥനയാണ് മനസ്സിലാക്കാൻ ആർക്കാണ് അറിയാത്തത്. അതിന് ഞാൻ പ്രാർത്ഥനയല്ല, ഞാൻ സഹായം ചോദിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സഹായം ചോദിച്ചതാണ്, ഞാൻ ഇസ്തിഗാസ നടത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണോ എങ്ങനെയാണോ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അത്ര എന്നല്ല, യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതലാണ് അവർ ചെയ്തത്. കാരണം അവർ സുജൂദിൽ കടന്ന് അങ്ങനെ ചിലപ്പോൾ ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ടാവില്ല, നിസ്കാരശേഷം ചിലപ്പോൾ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ മക്ബറയിൽ എത്തിയപ്പോൾ അവർക്ക് പെട്ടെന്ന് കരച്ചിൽ വരികയും പ്രാർത്ഥിക്കുകയും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്റെ അതിന് ദുആ സമ്മതിക്കാത്തത് കൊണ്ട് യാതൊരു ഉപകാരം ഓർക്കില്ല. അത് ദുആ തന്നെയാണ്, അത് പ്രാർത്ഥന തന്നെയാണ്. ആ ഇന്ന മൊയ്തി ഇന്ന ഷെയ്ഖേ എന്ന് വിളിച്ചത്, ഇന്ന ഷെയ്ഖേ എന്ന് സങ്കല്പിച്ചതിന് പകരം നീ അള്ളാഹുവിനെ ഉദ്ദേശിക്കുകയും അള്ളാഹുവിൻ്റെ പേര് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്തായിട്ട് നിനക്ക് പ്രതിഫലം ലഭിക്കുമായിരുന്നു, ഒരു മുസ്ലിമായി മാറുമായിരുന്നു. പക്ഷേ നീ ഇത് ഷിർക്കാണ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇത് അംഗീകരിച്ചത് കൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ അത് പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് ആളുകളോടൊന്നും ചെയ്യാൻ പാടില്ല, അള്ളാഹിനോട് മാത്രമേ ഇലാഹാക്കാൻ പാടുള്ളൂ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ചെയ്യുക എന്നുള്ളത് ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് അത്ഭുതമുള്ള കാര്യമാണ്, അത് നടക്കൂല എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു തആല കൽപ്പിച്ചത് അതാണ്. അവിടുന്ന് അതാണെന്ന് പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി
ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ചെയ്ത എല്ലാ ദഅവത്തുകളും ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് നൽകണം എന്ന കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് സഹോദരങ്ങളെ തൗഹീദു അൽ ഉലൂഹിയ എന്ന് പറയുന്ന കാര്യം. ഇതൊരാളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ മുസ്ലിം അല്ല. ഇൻഷാ അല്ലാഹ് ഈ കിതാബിൽ മുഴുവനും ഈ തൗഹീദുൽ ഉലൂഹിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്താണ്. നാമവിശേഷണങ്ങളിലുള്ള തൗഹീദാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഉന്നതമായ നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മനോഹരമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അത് മറ്റൊരു പടപ്പിനും അങ്ങനെയുള്ള നാമങ്ങളില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചില വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ ഒരാളും അതിൽ പങ്കുകാരല്ല. അതിനോട് സാദൃശ്യമുള്ളതോ അതിനോട് യോജിക്കുന്നതോ ആയ ഒരു വിശേഷണവും പടപ്പുകൾക്കോ മറ്റൊരാൾക്കോ ഇല്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ഇത് സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൻ്റെ ഒരു ഭാഗത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒരാളുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒരാളുമില്ല. അത് എല്ലാ നിലക്ക് റബ്ബിനെ പോലെ ഒരാളുണ്ട്. അവനെ പോലെ, അവൻ്റെ രൂപം പോലെ, അവൻ്റെ വിശേഷണം പോലെ, അവൻ ചെയ്യുന്നത് പോലെ ഇന്നയാൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ മറ്റൊരാളും തന്നെ ഇല്ല. വഹുവ സമീഉൽ ബസീർ, എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അള്ളാഹു ആണ് അവൻ എന്ന് പറയാണ്. ഇതിനാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് വളരെ ചുരുക്കിയ രൂപത്തിൽ പറയുന്നത്. ഇത് നമ്മൾ വിശദീകരിച്ച് പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എങ്ങനെയാണ് അവൻ്റെ നാമവിശേഷണങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സഹോദരങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കേണ്ട കാര്യമാണ്. ഇതിലൊരുപാട് ആളുകൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇതിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളെ നേർക്ക് നേരെ അള്ളാഹു പറഞ്ഞതുപോലെ വിശ്വസിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുപോലെ വിശ്വസിക്കാതെ, അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, അഥവാ യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനമാണ് നടക്കുന്നത്, വ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കാത്തതായ രൂപത്തിൽ അവർ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഒരൊറ്റ ഉദാഹരണം പറയാം. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അർഷിൽ ഇസ്തിവാ ചെയ്തു എന്ന് വന്നിട്ടുണ്ട്. അർഷ് എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പീഠമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അതിനു മുകളിലായി എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു മുകളിലായി എന്നാണ് പറയുന്നത്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്തു, ഇവിടെ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിന് മുകളിലായി എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. അപ്പം അള്ളാഹു അതിന് മുകളിലാണുള്ളത് എന്നുള്ളത് ഭാഷാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും മുകളിലുള്ള പടപ്പാണ് അർഷ്. അതിനു മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചിലരെന്ത് ചെയ്തു, അവർ പറഞ്ഞു അർ റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർ റഹ്മാനു അലൽ അർശി ഇസ്തൗല, അള്ളാഹു അർശിൽ അധികാരം ലഭിക്കുന്നവനായി, അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം നേടുന്നവനായി എന്ന രൂപത്തിലേക്ക് അവർ അതിനെ വ്യാഖ്യാനിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യോജിക്കാത്ത കാര്യം പറയാൻ പാടില്ല എന്ന ന്യായം പറഞ്ഞിട്ട് വേറെ വ്യാഖ്യാനം കൊണ്ടുവന്നവർ യഥാർത്ഥത്തിൽ അപ്പോഴാണ് അവർ അള്ളാഹുവിന് ഒരിക്കലും യോജിക്കാത്ത വ്യാഖ്യാനങ്ങളുമായി എത്തിയത്. അഥവാ അവർ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിലായി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് പ്രത്യേകം സ്ഥലം മുഖ വെച്ചു കൊടുക്കുക എന്നുള്ളത് ശരിയല്ല. സ്ഥലങ്ങളൊക്കെ ഉള്ളത് പടപ്പുകൾക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലങ്ങൾക്ക് അവൻ സ്ഥലാതീതനാണ്. അവന് പ്രത്യേക സ്ഥലമുണ്ടെന്ന് പറയാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അള്ളാഹു ഇന്ന സ്ഥലത്താണെന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു മുകളിലായി എന്നാണ് നമ്മൾ പറഞ്ഞത്. അവർ അങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ട് അവസാനം അവർ കൊണ്ടുവന്ന അർത്ഥം നോക്കി, ഇസ്തൗല അധികാരം പിടിക്കുന്നവനായി എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ ന്യൂനത. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഈ അധികാരം പിടിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന് അധികാരമില്ലേ? ആ ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. ഇതിനു മുമ്പ് അപ്പോൾ അള്ളാഹുവിന് അധികാരമില്ലേ? അതിനു മുമ്പ് ആർക്കായിരുന്നു അധികാരം? അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിൽ അധികാരം പിടിക്കുന്നവനായി, അധികാരം നേടുന്നവനായി എന്ന് പറയുമ്പോൾ അതിന് മുമ്പിൽ അള്ളാഹുവിനല്ലേ അധികാരം? അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് എപ്പോഴും അധികാരം. അപ്പോൾ അവർ അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയുണ്ടായി. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എങ്ങനെയാണോ പറഞ്ഞത് അത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അൽ ഇസ്തിവാഉ മഅലൂം, ഇസ്തിവ എന്ന് പറയുന്ന കാര്യം അറിയപ്പെട്ട കാര്യമാണ്, ഒന്നൊന്നിന് മുകളിൽ ഉണ്ടാകുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ കൈഫിയത്ത് മജ്ഹൂലാണ്. കൈഫിയ മജ്ഹൂൽ, അതിൻ്റെ ഇന്നതുപോലെ നമ്മളങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരു രാജാവ് അയാളുടെ അധികാരപീഠത്തിൽ ഇരിക്കുന്നത് പോലെ അല്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതൊരിക്കലുമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മുടെ ചിന്തകൾ കൊണ്ടോ ഭാവനകൾ കൊണ്ടോ ഒരു രൂപമോ ഭാവമോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. എന്നതുപോലെ തന്നെ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും സാധിക്കുകയില്ല. അതിനുള്ള ബുദ്ധിയൊന്നും നമുക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ജലാലത്തിന്, അവൻ്റെ അളമത്തിന്, അവൻ്റെ മഹത്വത്തിന്, അവൻ്റെ കഴിവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവൃത്തി അവനുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനൊരു വ്യാഖ്യാനം പറയുക,
അതിനല്ലെങ്കിൽ അത് ഇന്നതുപോലെയാണ്, അല്ലെങ്കിൽ അത് ഇങ്ങനെ രൂപത്തിലാണ് എന്ന് പറയുക, ഇത് പാടില്ല. ഇങ്ങനെ ഒരാൾ ചെയ്താൽ ഈ തൗഹീദ് അവൻ ഇല്ലാതെ പോകും. ഇതിൽ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്, ബിദ്അത്തുകാരനായി തീരുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ അനേകമുണ്ട്. അതുമായി പഠിക്കുന്ന വിഷയങ്ങളാണ് അൽ അഖീദത്തുൽ വാസിത്തിയ്യ ഒക്കെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരം ഗ്രന്ഥങ്ങൾ നേരത്തെ മുസ്ലിം ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യകാലത്തുണ്ടായിരുന്ന തൗഹീദിലുള്ള വ്യതിചലനങ്ങൾ ഈ ഭാഗത്തായിരുന്നു, അസ്മാ വ സിഫാത്തിലായിരുന്നു. അശ്അരികളും മാതുരീദികളും അതിനു മുമ്പ് ജഹ്മികളും ഒക്കെ മുഅ്തസിലികളും ഒക്കെ വ്യതിചലിച്ചിരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമവിശേഷങ്ങളിലായിരുന്നു. അവരിൽ ഒരാളും എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യ നൂറ്റാണ്ടിലും നമുക്കതങ്ങനെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊന്നും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പ്രധാനപ്പെട്ട എല്ലാ വ്യതിയാന കക്ഷികളും ഈ നിലക്കാണ്. അതുകൊണ്ടാണ് ഇത്തരം അശ്അരി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടുന്നത്. ഇവരൊക്കെ അശ്അരികളാണ്. ഈ അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്ത് വിഷയത്തിൽ വ്യതിചലിച്ച ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ പ്രാർത്ഥനയും സഹായത്തോട്ടൊക്കെ അള്ളാഹുവിനോടെ പാടുള്ളൂ എന്ന കാര്യം നമുക്ക് കിട്ടും. കാരണം അവരൊന്നും ആ കാര്യത്തിൽ വ്യതിചലിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട തൗഹീദിൻ്റെ വിഷയത്തിൽ ഇതിൽ ഇസ്ലാം ഒന്ന് പുറത്തു വെക്കുന്ന കാര്യത്തിൽ അവർ വ്യതിചലിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ വിഷയം നമ്മളിത് പിന്നീട് മറ്റ് ഗ്രന്ഥങ്ങൾ വിശദീകരിച്ച് പഠിക്കും. നമ്മളിവിടെ കാര്യമായി പഠിക്കുന്നത് എന്താണ്? തൗഹീദു അൽ ഉലൂഹിയ്യ എന്ന കാര്യമാണ് സഹോദരങ്ങളെ നമ്മൾ പഠിക്കുന്നത്. ഈ കിതാബിന് കിതാബ് തൗഹീദ് എന്ന് കൊടുത്ത ഉടനെ തന്നെ അദ്ദേഹം വഖൗലില്ലാഹി തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന രൂപത്തിൽ അദ്ദേഹം കൊടുത്തത് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കുക, ഇത് ഈ കിതാബിൻ്റെ തലക്കെട്ടാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതായത് കിതാബു തൗഹീദ് വഖൗലില്ലാഹി തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതൊരു അധ്യായത്തിൻ്റെ തലക്കെട്ടല്ല, മറിച്ച് ഗ്രന്ഥത്തിൻ്റെ തലക്കെട്ടായിട്ട് തന്നെ അദ്ദേഹം കൊടുക്കുകയാണ്. അതായത് തൗഹീദിൻ്റെ ഗ്രന്ഥമാണ്. മനുഷ്യരെയും ജിന്നുവർഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ പടച്ചിട്ടില്ല എന്ന ആയത്ത് കൂടി അദ്ദേഹം കൊടുക്കുകയാണ്. അത് ശേഷം പറയുന്ന ഈ കിതാബിലുള്ള മുഴുവൻ പ്രഥമ വിഷയത്തിൻ്റെ ഒരു തലക്കെട്ടായി അദ്ദേഹം കൊടുത്തതാണ് എന്നാണ് സഹോദരങ്ങളെ അദ്ദേഹം പറയുന്നത്. ഇനി നോക്കൂ, നമുക്ക് ചില കാര്യങ്ങൾ മാത്രം ആമുഖങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ തൗഹീദ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മൂന്നിനങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തൗഹീദുൽ ഉലൂഹിയ്യ മാത്രമാണ് ഇത് ഉലൂഹിയാണ് ഇവിടെ വിശദീകരിച്ചത്? എന്തുകൊണ്ടാണത്? തൗഹീദ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്: തൗഹീദുൽ ഉലൂഹിയ്യ, അസ്മാ വ സിഫാത്ത്, റുബൂബിയ്യ. പക്ഷേ അദ്ദേഹം ഇതിൽ കൂടുതൽ വിശദീകരിച്ചത് തൗഹീദുൽ ഉലൂഹിയ്യ മാത്രമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് സംഭവിച്ച വ്യതിയാനം എന്തിലായിരുന്നു? അത് തൗഹീദുൽ ഉലൂഹിയ്യയിലായിരുന്നു. അദ്ദേഹം സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്നയാളാണ്. ഉയൈന എന്ന പ്രദേശത്ത് ജനിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം പഠനത്തിന് വേണ്ടി ഇറാഖിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാഖിലേക്ക് യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഇറാഖിൽ അദ്ദേഹം കണ്ടത് ഒരുപാട് ഷിർക്കൻ പ്രവർത്തനങ്ങളാണ്. ഒരുപാട് ജാറങ്ങളും മക്ബറകളുമാണ് അദ്ദേഹം അവിടെ കണ്ടത്. അദ്ദേഹത്തിന് വയസ്സെന്ന് 20. ആ സമയത്ത് അദ്ദേഹം രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് കിതാബ് തൗഹീദ്. അദ്ദേഹത്തിന് 20-ാം വയസ്സിൽ രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. അദ്ദേഹം 10 വയസ്സിന് മുമ്പ് തന്നെ ഖുർആൻ ഹിഫ്ളും ആ നാട്ടിലുള്ള പണ്ഡിതന്മാരിൽ നിന്നൊക്കെ പഠനം പൂർത്തിയാക്കിയിട്ട് കൂടുതൽ പഠനത്തിന് വേണ്ടി അദ്ദേഹം ബാഗ്ദാദിൽ ഇറാഖിലേക്കൊക്കെ പോയതാണ്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം കണ്ടത് ഈ രൂപത്തിൽ ഷിർക്കാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയത്തിൽ മാത്രമായി ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, അദ്ദേഹം എഴുതാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തൗഹീദുർ റുബൂബിയ്യയിൽ ഈ കിതാബ് തൗഹീദ് വരുവോളം നല്ലൊരു ഗ്രന്ഥം, ഇതിനോട് തുല്യതയുള്ള, ഇതിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അത്രയും മനോഹരമായൊരു ഗ്രന്ഥം രചിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. 1400 വർഷത്തിനിടയിൽ കിതാബ് തൗഹീദ് പോലെയുള്ള ഇത്രയും സമഗ്രമായി തൗഹീദുൽ ഉലൂഹിയ്യ ചർച്ച ചെയ്യുന്ന മറ്റൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. എന്നാൽ തൗഹീദ്, കിതാബ് തൗഹീദ് എന്നുള്ള പേര് ഇബ്നു ഖുസൈമ ഒക്കെ മറ്റു ഗ്രന്ഥം മുൻകാലത്ത് രചിച്ചിട്ടുള്ളത് അസ്മാ വ സിഫാത്തിനാണ്. അസ്മാ വ സിഫാത്തിൻ്റെ വിഷയത്തിലേക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു പോയിട്ടുണ്ട്, മനോഹരമായ ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ തൗഹീദുൽ ഉലൂഹിയ്യ ചർച്ച ചെയ്യുന്ന ഇത്ര മനോഹരമായ ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അപ്പം ഇതൊക്കെ കാരണത്താലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, തൗഹീദുൽ ഉലൂഹിയ്യ പ്രത്യേകമായി എഴുതിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇനി അദ്ദേഹം ഈ കിതാബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഒരു മൻഹജുൽ കിതാബ്, കിതാബിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയും, നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം മുഴുവൻ 66ഓളം പാഠം, ഈ തുടക്കത്തിലുള്ള കിതാബ് തൗഹീദ് വഖൗലില്ലാഹി തആല എന്നതുകൂടി കൂട്ടിയാൽ 67 പാഠം. അതല്ലെങ്കിൽ അത് തലക്കെട്ടാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിനുശേഷമാണ് 66 പാഠങ്ങൾ ഉള്ളത് എന്ന് പറയുന്നു. ഈ 66 പാഠങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ, ഈ തലക്കെട്ട് ഉൾപ്പെടെ 67 നമ്മൾ നോക്കിയാൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ രീതി. അത് അദ്ദേഹം ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ മനുഷ്യന്മാരുടെ വാക്കുകളായിട്ട് കൊടുക്കുമ്പോൾ സഹാബികളുടെ തഫ്സീറുകൾ,
താബിഈങ്ങളുടെ തഫ്സീറുകൾ, ഇതാണ് അദ്ദേഹം കൊടുക്കുന്നത്. അദ്ദേഹം വളരെ അപൂർവം മാത്രമായിട്ടാണ് അദ്ദേഹത്തിൻ്റെതായ വാക്കുകൾ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഖുർആൻ, ഹദീസ്, അതുപോലെ തന്നെ സ്വഹാബികളുടെ തഫ്സീറുകൾ, അവരുടെ വാക്കുകൾ. ഇദ്ദേഹം ഇങ്ങനെ ഒരു രീതി സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇൽമ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇൽമ് എന്ന് പറഞ്ഞാൽ പണ്ട് മുൻഗാമികൾ പറഞ്ഞതുപോലെ അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലുഹു ഖാല സഹാബത്തുഹും ഉലുൽ ഇർഫാനി. ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതാണ്, അവൻ്റെ റസൂല് പറഞ്ഞതാണ്, സ്വഹാബികൾ പറഞ്ഞതാണ്. അവരാണ് ഏറ്റവും ബുദ്ധിമാന്മാരായ ആൾ. ഇതാണ് ഇൽമ് എന്ന് പറയുന്നത്. ഇതല്ലാത്തതൊന്നും ഇൽമല്ല. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരാൾ ദീനുൽ ഇസ്ലാമിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ദീൻ ഒരാൾ സ്വീകരിക്കുകയില്ല. ഹിജ്റ ഒരു 500-ാം നൂറ്റാണ്ടിൽ ഒരാൾ പറയാണ് ഇങ്ങനൊരു നിസ്കാരമുണ്ട്, 5 നേരത്തെ നിസ്കാരത്തിന് പുറമെ 2 മണിക്ക് ഉച്ചയ്ക്ക് ഒരു നിസ്കാരമുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്വീകരിക്കുകയില്ല. കാരണം ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അതല്ലെങ്കിൽ സ്വഹാബികളുടെ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കിട്ടണം. ഇങ്ങനെയാണ് അതിൻ്റെ അഭിപ്രായം. ഖുർആൻ ഹദീസിൽ കാണുന്നില്ല, സ്വഹാബികൾ ആ വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇൽമ് എന്ന് പറയുന്നത്. അതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ പ്രത്യേകത. ആർക്കും ഏതെങ്കിലും കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദേശത്ത് ജീവിക്കുന്ന ആർക്കെങ്കിലും ഈ ദീനിൽ ഒരു അമെൻമെൻറ്റ്, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ, എന്തെങ്കിലും കുറക്കാൻ ഒന്നും തന്നെ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കൊടുത്തിട്ടുള്ളത്. മാത്രവുമല്ല, അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം ഇതാണ് ആളുകൾ സ്വീകരിക്കാൻ ഏറ്റവും എന്തുള്ളത് അനുയോജ്യമായിട്ടുള്ളത്. കാരണം എതിർക്കണമെങ്കിൽ അവർക്ക് ഖുർആൻ എതിർക്കേണ്ടി വരും, ഹദീസുകൾ എതിർക്കേണ്ടി വരും. അതല്ലെങ്കിൽ അവർ പറയണം ഇങ്ങനെ ഈ ആയത്തിന് ഇങ്ങനെ ഒരു തഫ്സീർ ഇല്ല എന്ന് പറയേണ്ടി വരും. അദ്ദേഹം വളരെ കൃത്യമായ സ്വഹാബികളുടെ തഫ്സീർ അടക്കമാണ് പല അധ്യായങ്ങളും കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഈ ആയത്ത് ഉദ്ധരിച്ചൊരു കാര്യം പറയുമ്പോൾ ഈ ആയത്തിന് ഇങ്ങനെ അർത്ഥമില്ല എന്ന് ആളുകൾക്ക് പറയേണ്ടി വരും, അത് പിടിക്കപ്പെടുകയും ചെയ്യും. കാരണം തഫ്സീറുകൾ മുമ്പേ രചിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനിലെ ആയത്തുകൾ, ഹദീസുകൾ ഈ നിലക്കാണ് സഹോദരങ്ങളെ കൊടുത്തിട്ടുള്ളത്. അത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. എത്രത്തോളം പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കിതാബിന് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയോടാണ് യോജിപ്പുള്ളത് എന്നാണ്. സ്വഹീഹുൽ ബുഖാരി അത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അതിന് യോജിക്കുന്ന, ആ ഹദീസുകൾ കൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾക്ക് തെളിവാക്കാം എന്നെല്ലാം അതിന് സഹായകമാകുന്ന രൂപത്തിൽ തലക്കെട്ടുകളാണ് ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത്. അപ്പം അതേ രീതിയിലാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഓരോ തലക്കെട്ട് കൊടുത്തിട്ട് അതിന് യോജിക്കുന്നതായ ഖുർആനിലെ തൗഹീദിൻ്റെ ആയത്തുകൾ, ഹദീസുകൾ, ഇതൊക്കെ വളരെ കൃത്യമായി സഹോദരങ്ങളെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഈ കിതാബിൻ്റെ ആരംഭം പറഞ്ഞതുപോലെ കിതാബ് തൗഹീദ് വ ഖൗലില്ലാഹി തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പണ്ഡിതന്മാർ പറയാണ് ഇത് 66 അല്ലെങ്കിൽ 67 അധ്യായങ്ങളാണ്. എന്നാൽ ഈ അധ്യായങ്ങളെല്ലാം തന്നെ നോക്കിയാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തൗഹീദിൻ്റെ വിഷയത്തിൽ ഒരു മുസ്ലിമിന് നിർബന്ധമായും അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടതായ കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ 66 അധ്യായങ്ങൾ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ തൗഹീദിൻ്റെ വിഷയത്തിൽ ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ടതായ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം അവന് കിട്ടിയിരിക്കും. ആ കാര്യങ്ങൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്ന 6 കാര്യങ്ങളാണ്. ഒന്ന്, അൻ യുഹിബ്ബഹു വൻ യുഹിബ്ബ അഹ്ല. തൗഹീദ് ഒരാൾ ഇഷ്ടപ്പെടണം. തൗഹീദിൻ്റെ ആളുകൾ, മുവഹിദീങ്ങളെ, മുസ്ലിമീങ്ങളെ ഒരാൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ഈ കാര്യം അവൻ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതായത് കിതാബ് തൗഹീദ് പഠിക്കുക വഴി ഒരാൾക്ക് തൗഹീദ് നന്നായി ഇഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തിനെ കുറിച്ചും അതുപോലെ മുവഹിദീങ്ങളെയും അവന് നന്നായി ഇഷ്ടപ്പെടാൻ സാധിക്കും. കാരണം ആ നിലക്ക് തൗഹീദുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യതഅല്ലമഹു ജുംലതൻ വ തഫ്സീല. തൗഹീദ് അതിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. നമ്മളത് പൂർണ്ണമായിട്ടും അതേപോലെ തന്നെ വിശദീകരണത്തോടുകൂടി, അത് മുജ്മലായിട്ട് മൊത്തത്തിലും അതേപോലെ വിശദീകരണത്തോടുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മറ്റു വിഷയം പോലെയല്ല. നമുക്ക് ഫിഖഹിൻ്റെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് ആരോടെങ്കിലൊക്കെ ചോദിച്ചാൽ മതി. പക്ഷെ തൗഹീദ് അങ്ങനെ പോരാ. വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നമ്മുടെ ഇബാദത്തുകൾ പൊളിഞ്ഞു പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം ഓരോരുത്തരും. റിയാഇൻ്റെ മസലകൾ, എപ്പോഴാണ് നമ്മുടെ അമൽ ബാത്തിലായി പോകുന്നത്, എങ്ങനെ ചെയ്താലാണ് നമ്മുടെ അമൽ പൊളിഞ്ഞു പോകുന്നത്, ഇതൊക്കെ ഓരോരുത്തരും പഠിക്കണം. കാരണം അത് പഠിച്ചിട്ടില്ല എങ്കിൽ അവൻ അറിയാതെ തന്നെ അവൻ്റെ അമലുകളൊക്കെ ബാത്തിലായിട്ടുണ്ട്. ചിലപ്പോൾ ദീനിൽ തന്നെ പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. കാരണം എത്രയോ ആളുകൾ പലപ്പോഴും ശിർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അറിയില്ല. സമൂഹത്തിൽ നോക്കിയാൽ പലരും ഇതൊക്കെ എന്തോ പുണ്യപ്രവൃത്തിയാണ് എന്ന ധാരണയിലാണ് ഇത്തരം ജാറങ്ങളിലും മക്ബറുകളിലും പോകുന്നത്. ഇതൊക്കെ മഹാന്മാരെ ആദരിക്കലാണ്, ബഹുമാനിക്കലാണ് എന്ന ധാരണയിലാണ് ഒരുപാട് ആളുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ തൗഹീദിൻ്റെ വിഷയത്തിൽ അവൻ മൊത്തത്തിലും വിശദീകരണത്തോടു കൂടിയും പഠിക്കേണ്ടതുണ്ട്. അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ യുഹഖിഖ തൗഹീദ്, തൗഹീദ് സാക്ഷാത്കരിക്കണം. തൗഹീദ് പറഞ്ഞാൽ മാത്രം പോരാ, വിശദീകരണത്തോട് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും അവൻ തൗഹീദ് ഇത് സാക്ഷാത്കരിക്കണം, തൗഹീദ് പൂർത്തീകരിക്കണം. അപ്പം അതിനെക്കുറിച്ച് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൻ യഹ്ദറ മിമ്മാ യൻഖുൽഹു ഔ യുൻഖിസുഹു. തൗഹീദിനെ പൊളിച്ചു കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിനെ
അതിൻ്റെ മാറ്റിനെ ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങളുണ്ട്. തൗഹീദ് കുറഞ്ഞു പോകും, ഒരാളുടെ ഈമാൻ കുറഞ്ഞു പോകും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അഥവാ ഷിർക്കുമായി ബന്ധപ്പെട്ട ഷിർക്കിൻ്റെ വ്യത്യസ്ത മുഖങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ നാവുകളിൽ നമ്മൾ അറിയാതെ സംസാരിക്കുന്ന ചില വാചകങ്ങൾ തൗഹീദിന് വിരുദ്ധമായിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരാൾ ഇതിൽ നിന്ന് പുറത്തു പോകാൻ മതിയാകുന്ന ചില വാക്കുകൾ ഉണ്ടാകും. അതല്ലെങ്കിൽ അവൻ്റെ തൗഹീദിൻ്റെ മാറ്റ് കുറക്കുന്നതായ വാക്കുകളായിരിക്കും, അവൻ്റെ ഈമാൻ കുറക്കുന്ന വാക്കുകളായിരിക്കും. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ യദ്ഉ ഇലൈഹി, തൗഹീദിനോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. തൗഹീദിനെ ക്ഷണിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ യസ്ബിർ അലാ സാലിക്, തൗഹീദിനോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ഈ വിഷയത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്ക് ക്ഷമ വേണ്ടതുണ്ട് എന്നുള്ള കാര്യം. ഈ പറയുന്ന 6 ബാധ്യതകൾ ഓരോ മുഅ്മിനിനും ഓരോ വിശ്വാസിക്കും തൗഹീദിനോടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഈ കിതാബ് പഠിക്കുന്നതിലൂടെ ഒരാൾക്ക് ലഭിക്കുമെന്നുള്ളത് ഇതിൻ്റെ വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ കിതാബ് കോർത്തിണക്കിയ രീതിയും വളരെ മനോഹരമാണ്. കിതാബിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് തൗഹീദിൻ്റെ ഉസൂലുകളാണ്, അടിസ്ഥാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഓരോ ജുസ്ഇയായ അഥവാ അത് കുല്ലിയായതും ജുസ്ഇയായതെന്ന് പറയും. കുല്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിൽ ഒരുപാട് സബ്ബായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് കുല്ലിയായ കാര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട തൗഹീദിൻ്റെ അടിസ്ഥാനങ്ങളാണ് അദ്ദേഹം ആദ്യം കൊടുത്തിട്ടുള്ളത്. പിന്നീട് അതിൻ്റെ ഓരോ ജുസ്ഇകൾ ഓരോരോ ചെറിയ ചെറിയ മസാലകളായിട്ട് തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്രമാത്രം ഗ്രാഹ്യത ഉണ്ട് എന്ന് തെളിയിക്കുന്നതായ ഒരു ഗ്രന്ഥമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത്രയും ആഴത്തിൽ അദ്ദേഹം തൗഹീദിൻ്റെ വിജ്ഞാനം മനസ്സിലാക്കുകയും ആവശ്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ അവസ്ഥ കണ്ട് അദ്ദേഹം അത് വിശദീകരിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കിതാബ് പഠിക്കുക എന്നുള്ളത് വളരെയധികം അനിവാര്യമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം നമ്മൾ മുവഹിദീങ്ങളാണല്ലോ, നമ്മൾ ഇന്ന് വരെ അള്ളാഹു അല്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാ, അവർ ജീവിച്ചത് മുതൽ ഇന്ന് വരെ, അവർക്ക് ബോധം വന്നു മുതൽ ഇന്നതുവരെ അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരും അവർ വിളിച്ചിട്ടുണ്ടാവുകയില്ല. അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ്. അള്ളാഹു അല്ലാതെ ഒരാളുടെ ഒരു സഹായം തേടിയിട്ടുണ്ടാവുകയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഞാൻ ഇനി ഷിർക്കിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. അങ്ങനെയുള്ള ആളുകൾക്കുള്ള മറുപടി ആയിക്കൊണ്ട് തന്നെ ഒരു അധ്യായം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ബാബുൽ ഖൗഫി മിന ഷിർക്ക്, ഷിർക്കിനെ ഭയപ്പെടേണ്ടതായ കാര്യമാണ് എന്ന് അറിയിക്കുന്ന ഒരു അധ്യായം. അവിടെ അദ്ദേഹം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആക്ക് കൊടുക്കുന്നുണ്ട്. വജ്നുബിനി വബനി അൻ അബ്ദുൽ അസ്നാം, വിഗ്രഹങ്ങളെ തകർത്തെറിഞ്ഞ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോലും അള്ളാഹിനോട് തേടുന്നത് ഞാൻ ആ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതിൽ നിന്നല്ല, ഉപ്പാന്റെ പണി വിഗ്രഹങ്ങൾ ഉണ്ടാക്കലാണ്, അതല്ല അദ്ദേഹം, അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്നല്ല അദ്ദേഹം ദുആ ചെയ്ത്, ആ വിഗ്രഹങ്ങൾ ഞാൻ ആരാധിക്കുന്നതിൽ നിന്നും അള്ളാഹുവെ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് ദുആ ചെയ്ത് കാണാൻ സാധിക്കും. ഇതിനെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് കാണാം ഒരുപാട് അമ്പിയാക്കൾ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ, ഒരുപാട് അമ്പിയാക്കളുടെ ദുആ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഷിർക്കിലൊന്നും പെടാതെ ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ എന്ന സ്വഹാബികളെ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബികളെടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ ഷിർക്ക് ഒന്നും സംഭവിക്കാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്നാണ്. അപ്പം അവർക്കൊന്നുമില്ലാത്തൊരു നിർഭയത നമുക്ക് ഒരിക്കലും ഉണ്ടാകേണ്ടതില്ല. കാരണം മനുഷ്യൻ്റെ കൽബുകൾ എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞു പോകാം. ഏത് നേരത്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയത്തുകൾ, എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് ശുഭഹത്തുകൾ വന്ന്, സംശയങ്ങൾ വന്ന് നമ്മൾ തെറ്റിപ്പോകുക എന്നുള്ളത് നമുക്കറിയുകയില്ല. അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തൗഹീദ് എത്ര അറിയുന്നവരാണെങ്കിലും ശരി അത് പഠിക്കേണ്ടത്. കാരണം എത്രയോ ആളുകൾ അറിയാമെന്ന് പറഞ്ഞിട്ടും പിന്നീട് അതിൽ നിന്നും അവർക്ക് തൗഹീദിൻ്റെ പല മസാലകളും മനസ്സിലാവാതെ അതിൻ്റെ പേരിൽ വ്യതിചലിച്ച എത്രയോ ആളുകളുണ്ട്. കാരണം തൗഹീദ് മനസ്സിലാക്കി എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ ഏതോ കാലത്ത് കുറച്ച് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാകും, തൗഹീദ് എനിക്കറിയാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ തൗഹീദിന് നേർവിരുദ്ധമായ പല കാര്യങ്ങളും വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കാണുന്നില്ലേ, ഒരു എളുപ്പത്തിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പല തൗഹീദിന് വിരുദ്ധമാകുന്ന പല ചികിത്സാ രീതികളിലേക്കും ആളുകൾ എളുപ്പം പോകുന്നുണ്ട്. തൗഹീദിന് നേരെ വിരുദ്ധമാകുന്ന ചികിത്സാ രീതികളിലേക്ക് ആളുകൾ എളുപ്പം പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ വരെ അതിൽ സംഭവിക്കുന്നുണ്ട്, ആളുകൾക്ക് സംഭവിച്ചിട്ടുമുണ്ട്. അള്ളാഹു നിശ്ചയിക്കാത്തതായ ചില കാരണങ്ങൾ വഴി ചികിത്സിക്കുക, അങ്ങനെ അത് ഷിർക്കിൻ്റെ പല മുഖങ്ങൾ. പഴയ കാലത്ത് ഏലസും ഉറുക്കുമൊക്കെ ഉണ്ടായതിന് പകരം ഇന്ന് വേറെ പല രൂപങ്ങളിൽ അതിൻ്റെ വ്യത്യസ്ത മുഖങ്ങളിൽ ശാസ്ത്രീയ വിശദീകരണത്തോടു കൂടിയൊക്കെ ആളുകൾ കൊണ്ടുവന്ന് അങ്ങനെ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കും. NLP പ്രോഗ്രാം പോലെയുള്ള പല കാര്യങ്ങളിൽ പല പൈശാചികതകൾ നിറഞ്ഞ കാര്യമാണ് അതിലുള്ളത്. മാനസികമായ ഉല്ലാസത്തിന്, മാനസികമായ ഉന്മേഷത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് പലരും മുവഹിദീങ്ങളായ ആളുകളാണ് എന്നുള്ളതാണ് ഖേദകരം. അഥവാ മുവഹിദീങ്ങളായ അൽഹംദുലില്ലാ, പക്ഷേ അവർ തൗഹീദിനെ കുറിച്ച് അപ്പോഴും പഠിച്ചിട്ടില്ല. ഈ തൗഹീദിനെ ദുർബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ തൗഹീദിനെ പൊളിച്ചു കളയുന്ന പല കാര്യങ്ങളുണ്ട്.
അതിൽപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അവർ ജാഗ്രത കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ചെന്ന് പോവുകയാണ്. അത് അവർ തങ്ങന്മാരെന്ന് ജ്യോത്സ്യന്മാരത്തെ നമ്മൾ പോകില്ല എന്ന് പറയാം. പക്ഷേ ഇതേപോലത്തെ പണിയെടുക്കുന്ന, ഇതേ പൈശാചിക പണിയെടുക്കുന്ന മോഡേൺ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള പല ആളുകളുണ്ട്. ഈ രൂപത്തിൽ പല പ്രോഗ്രാമുകളുമായിട്ട് വന്നിട്ട് കണ്ണടക്കാൻ പറയുന്നു, അങ്ങനെ ചെയ്യാൻ പറയുന്നു, ഇങ്ങനെ ചെയ്യാൻ പറയുന്നു. അങ്ങനെ പല പൈശാചിക പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് ഇതിനകം മനസ്സിലായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തൗഹീദ് തഫ്സീലായിട്ട് പഠിച്ചിട്ടില്ല എന്ന്. മുജ്മലായിട്ട് അള്ളാഹുവിനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പഠിച്ചാൽ അൽഹംദുലില്ലാഹ് നല്ല ഇൽമാണ്. പക്ഷെ തഫ്സീലായിട്ട് ഒരാൾ പഠിച്ചിട്ടില്ലെങ്കിൽ, വിശദീകരണത്തോടുകൂടി പഠിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ പെട്ടുപോകും. ഇപ്പം ഇനിയും ലോകം മുന്നോട്ട് പോകുന്ന സമയത്ത് പല നിലക്കും വരും. അപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ പെട്ടുപോയ ആളുകൾ പറഞ്ഞാൽ നമ്മൾ അതിൽ പെട്ടേക്കാം. കാരണം നമ്മളന്ന് പഠിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ അതിന് വേണ്ട ജാഗ്രത കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിച്ച ഒരാൾക്ക് അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ അടിസ്ഥാനമാണ്, വളരെ എളുപ്പമുള്ളൊരു അടിസ്ഥാനം പറയുകയാണ്. ചികിത്സ ജായിസ് ആകണമെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്നുകിൽ അത് ശർഈയായ ചികിത്സയായിരിക്കണം, ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ടതായിരിക്കണം. പിന്നെ അതിൻ്റെ വേറെ തെളിവും അതിൻ്റെ എഫക്റ്റും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് വേറെ എഫക്റ്റ് നോക്കട്ടെ. ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യമാണ്, അതങ്ങനെ ചെയ്താൽ മതി, അതിന് ശിഫ ഉണ്ടാകും, വിശ്വസിച്ചാൽ മതി, ചെയ്താൽ മതി. അതല്ല എങ്കിൽ അതിന് കൃത്യമായ തജ്രിബ വേണം, കാര്യകാരണ ബന്ധം വേണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ബന്ധം വേണം. അതല്ലാതെ ഒരു കാര്യകാരണ ബന്ധമില്ല, അതിങ്ങനെ ഒരുപാട് തജ്രിബയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു ചികിത്സ അത് ശരിയാവില്ല. ഇപ്പം നാളെ ഒരാൾ നിങ്ങളോട് വന്ന് പറയാണ്, നിങ്ങൾക്ക് ക്യാൻസർ മാറണമെങ്കിൽ ഒരു കല്ല് ഞാൻ തരാം, ആ കല്ല് നിങ്ങൾ കയ്യിൽ പിടിച്ചാൽ മതി, പറ്റുമെങ്കിൽ ഇടയ്ക്ക് ഇവിടെ ഒരു ബാൻഡ് വെച്ചിട്ട് കെട്ടിയാൽ മതി, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം മാറും, നിങ്ങൾ വേറെ ഒരു പരിപാടിക്കും പോകണ്ട, റേഡിയേഷനും പോകണ്ട, ഇന്ന പരിപാടിക്കും പോകണ്ട, ഒന്നും പോകണ്ട, ഇങ്ങനെ ഒരു കല്ലുണ്ട്, ഈ കല്ലുകൊണ്ട് ഇതിങ്ങനെ കെട്ടിയാൽ മതി, ഇത് വളരെ ഇതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരിക. സഹോദരങ്ങളെ, ഈ കല്ല് അത് എങ്ങനെയാണ് ഈ ശരീരത്തിലുള്ള ഈ ചെയ്യേണ്ട ഒരു റേഡിയേഷൻ കൊണ്ട് ചെയ്യേണ്ട പ്രക്രിയ കല്ല് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനൊരു പകരം നിൽക്കുന്നതായ യാതൊരു കാര്യവും, ഒരു കാര്യകാരണ ബന്ധമില്ല അതിന് പകരമായി നിൽക്കുന്നതിന്. ഇങ്ങനെ ചെയ്ത് രോഗം മാറുന്നതായിട്ട് യാതൊരു രേഖയുമില്ല. പക്ഷേ ഇയാൾ കണ്ടുപിടിക്കാം, പുതുതായിട്ട് ഒരാൾ കണ്ടുപിടിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുമോ റേഡിയേഷൻ്റെ ഒക്കെ വളരെ പ്രയാസം അനുഭവിക്കുമ്പോൾ ഇതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ച് ചില ആളുകൾ സാധുക്കൾ എന്ത് ചെയ്യുന്നത്, പിന്നെ അങ്ങനെ ചെയ്യാം, ഈ കല്ലിങ്ങനെ കെട്ടാം. ഇത് ഷിർക്കിൻ്റെ ഒരു രൂപമാണത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതേപോലെ പല നിലക്കും ആളുകൾ പലതും കെട്ടിക്കൊണ്ടും പലതും ചെയ്തുകൊണ്ടൊക്കെ ചെയ്യാൻ. ഇതിന് യാതൊരു നിലക്ക് ഖുർആനിലും ഹദീസിലും എന്തായാലും തെളിവില്ല, നമുക്കറിയാം, പുതിയ ചികിത്സാ രീതിയാണ്. പക്ഷേ അതിന് യാതൊരു തജ്രിബയോ അതിനൊരു കാര്യകാരണ ബന്ധമോ ഒന്നുമില്ല. പിന്നെ ഇതെങ്ങനെയാണ് ഒരു ചികിത്സയായിട്ട് മാറുക? ഇതൊരു ഉദാഹരണമാണ്. ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതിന് പലപ്പോഴും സംഭവിക്കുന്ന ഷിർക്കുൻ അസ്ഗറാണ്. ഒരാൾ ചിലപ്പോൾ ദീനിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളുന്നില്ല, ഏലസുർക്കൊക്കെ കിട്ടുന്ന ഒരാളുടെ പോലെയാണ്. അതിന് തന്നെ സ്വന്തമായി എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഒരാൾ ദീനിൽ നിന്ന് പുറത്തുള്ളൂ, അല്ലെങ്കിൽ ഷിർക്കുൻ അസ്ഗറാണ്. അതേപോലെ പല നിലക്ക് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വാരഫലങ്ങളൊക്കെ മറ്റും നോക്കുന്ന ആളുകളെ കാണാൻ പറ്റും. നമ്മൾ വെറുതെ നോക്കുകയാണ്. തൗഹീദിൻ്റെ ഭാഗമാണത്. ഭാവി അറിയുക, ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരാൾക്ക് ഗൈബ് അറിയാൻ സാധിക്കുകയില്ല. ഒരാൾക്കും നിൻ്റെ ഭാവി പറയുക, നിൻ്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ കാര്യങ്ങൾ പറയുക, നിൻ്റെ ജോലി ശരിയാകുമോ, അല്ലേ? നമുക്ക് ഇങ്ങനെ പരസ്യങ്ങളൊക്കെ വരും. ആളുകൾ വീഡിയോകൾ കാണുമ്പോൾ, തൗഹീദിൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഇടയിലടക്കം പരസ്യം വരും. നിങ്ങൾ എന്നത് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ആളുകൾക്ക് പലർക്കും ഇന്നലെ ജ്യോത്സ്യത്തെക്കുറിച്ച് വിശ്വാസമില്ല. അങ്ങനെയായിരുന്നു, ഞാനും പണ്ട് അങ്ങനെയായിരുന്നു, എനിക്കിപ്പോൾ വിശ്വാസമായി. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളതിൻ്റെ സബ്സ്ക്രിപ്ഷനൊന്നും എടുക്കേണ്ട, ഒന്നും നിങ്ങളൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളുടെ ഒന്ന് ഏതാ നക്ഷത്രം നോക്കി ഒന്ന് എൻ്റർ ചെയ്താൽ മതി. ഇതൊക്കെ അവർ പറയും. അപ്പോൾ വിചാരിക്കാം വെറുതെ അല്ലേ ഒരു നക്ഷത്രം ഇപ്പോൾ എൻ്റർ ചെയ്യുന്നതിനെ കൊണ്ട് ഇപ്പോൾ എന്താ ഉള്ളത്, എൻ്റെ ഇന്നതാണ്, എൻ്റെ ഹൊറിസോൺ എൻ്റെ ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നോക്കും. അപ്പോൾ ഏതാനും ചില കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മൾ നോക്കും, ഇത് ചെറിയ കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങൾ ശരിയാണ്. കാരണം ഇതിൽ എന്തുണ്ട്, ഇതിൽ ഒരു പൈശാചികതയുണ്ട്, പിന്നെ ഒരുപാട് നൂറുകണക്കിന് കളവുകളുണ്ട്. ഇനി ഇങ്ങനെ ഭാവി പറയുന്ന ഒരാളുടെ അടുക്കലേക്ക് പോയാൽ തന്നെ ഇതിൻ്റെ കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ ശേഷം വരാൻ പോകുന്ന 40 ദിവസത്തെ നിസ്കാരം ബാത്തിലായി. 40 നിസ്കാരം അല്ലാഹ് സ്വീകരിക്കുക. നിസ്കരിക്കൽ നിനക്ക് നിർബന്ധ ബാധ്യതയാണ്, പക്ഷെ നിസ്കാരം സ്വീകരിക്കുകയില്ല. ഇതിവൻ അറിയുന്നില്ല. ഇത് തൗഹീദിനെ പൊളിച്ചു കളയുന്ന ഭാഗത്തിൽപ്പെട്ടതാണ്. ഗൈബ് മറ്റൊരാൾക്ക് അറിയാൻ സാധിക്കും. നിൻ്റെ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കും. ഇതൊക്കെ സഹോദരങ്ങൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. ഇങ്ങനെ ഷിർക്കിൻ്റെ പല മുഖങ്ങളും പല രീതിയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പലതും പെട്ടുപോകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കും. ആ ദിവസങ്ങൾ നമുക്ക് കിതാബ് തൗഹീദിൻ്റെ പഠനം ശരിക്കും ആരംഭിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.